ഹായ് കൂട്ടുകാരെ, സെലം ബ്ലൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഇതേപോലുള്ള ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലുള്ള ഒരു പീസാണ്. അപ്പോൾ ഇതിനെ കഴുകിയൊന്നുമില്ല. അപ്പോൾ ഇനി കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഇരിക്കുന്നതും കൂടെ എടുത്ത് കളയാം. ഇവിടെ ഉണ്ടെങ്കിൽ എടുത്ത് കളയണം. ഇപ്പോഴതും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറം ഞാൻ നല്ലപോലെ നല്ല വൃത്തിയായി തേച്ച് കഴിയാണ് എടുത്തത്. തോടോടുകൂടിയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ ഇങ്ങനെ കുറച്ചൊന്ന് കട്ടി കുറച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി കനം കൂടി പോരുത്, മാക്സിമം ഇതേപോലെ നിൽക്കണം, കണ്ടല്ലേ? അപ്പോഴെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അല്ല, ഇതേപോലെ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പീസ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇവിടെ ബട്ടർ അങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് എരിവുള്ള 2 പച്ചമുളക്. ഇത് എരിവുള്ള 2 പച്ചമുളക്, എരിവില്ലാത്ത 1 പച്ചമുളകും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക. ലേക്ക് കട്ട തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതിനു മുമ്പേ ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ട തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. 1 പിടി തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മത്തങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഇതിലേക്ക് സവാള ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. വലിയൊരു തക്കാളിപ്പഴം എടുത്ത് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോഴും മത്തങ്ങ ഏകദേശം അതിൻ്റെ വെന്ത് വന്നിട്ടുണ്ട്. വേവാറായപ്പോഴാണ് ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചീസ് എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ 2 പീസാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ചീസ് ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പ് ഒത്തിരി ചേർത്ത് കൊടുക്കണ്ട.
ചീസ് ഏത് എൻ്റെ കയ്യിലിപ്പോൾ ഈ ടൈപ്പാണ് ഇരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടൈപ്പ് ചേർത്ത് കൊടുക്കുക. കണ്ടല്ലോ നമ്മുടെ മത്തങ്ങ. ഇത് കുറച്ചുകൂടെ വേവാനുണ്ട്. കുത്തി ഉടച്ച് കളയല്ലേ മത്തങ്ങ. അതേപോലെ കുറച്ച് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ഉണ്ടല്ലോ, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. അവിടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴിനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോഴെന്തിൻ്റെ കൂട്ടത്തും കഴിക്കാൻ നല്ലതാണ്. വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ കുറേ നേരം ഞാൻ തിളപ്പിച്ചു. അപ്പോഴാണ് ചീസൊക്കെ അലിഞ്ഞൊക്കെ വന്നത്. അപ്പോഴും കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കാൻ. ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.